Voice of Marketing, in touch with positive people. വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമുക്ക് ഫോളോ അപ്പ് എങ്ങനെ ചെയ്യിപ്പിക്കാം, എന്ത് കാര്യവും ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാർക്കറ്റിംഗിന്റെ ടാർഗറ്റ് പോലെ വലിയൊരു ടാർഗറ്റാണ് ചെയ്യിപ്പിക്കാം എന്നത്. ഒരു ദിവസം രാവിലെ 8 മണിക്ക് എന്റെ ഫോണിലേക്ക് കീർത്തനയുടെ പാരന്റ് ആണോ എന്താ ചോദിച്ചത്, കീർത്തനയുടെ പാരന്റ് ആണോ എന്തോ ഒരു പച്ചയ്ക്ക് കടിച്ചു തിന്നാൻ വരുന്ന പോലുള്ളൊരു ചോദ്യം, ഒരു ഗുഡ് മോർണിംഗ് പോലും ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കോഴ്സ് കൗൺസിലർ വിളിച്ചതാണ്. ആ കോഴ്സിൽ ചേർപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് എന്നെ കോൾ ചെയ്തതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഇതുപോലുള്ള സ്റ്റാഫുകളെ ഒരു സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ മിനിമം മാന്യമായിട്ടും മര്യാദയായിട്ടും സംസാരിക്കാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടാവണം. അവര് എന്തെല്ലാം പ്രശ്നങ്ങൾ സഹിച്ചായിരിക്കും അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല, അല്ലെ? നമുക്ക് ആർക്കും അറിയില്ല. ഞാനൊരു കസ്റ്റമറാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരം ഒരു വോയിസ് ഓവർ കേൾക്കാനല്ല, അല്ലെ? ഞാൻ ഫോൺ എടുക്കുന്നത്. അപ്പോ ആ ക്വസ്റ്റ്യൻ അവർക്ക് എത്ര മനോഹരമായിട്ട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് സാർ, കീർത്തനയുടെ പാരന്റ് ആണോ? ഞാൻ XNY ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. മകളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും കോഴ്സുകളിലേക്ക് താല്പര്യമുണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ സാർ? എത്ര മധുരമായിട്ട് സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കാൻ. ഇവരെയൊക്കെ പിടിച്ചൊരു ടേബിളിന്റെ മുന്നിൽ ഇരുത്തി ഒരു മര്യാദ പഠിപ്പിക്കണം. ആദ്യം ഒരു കസ്റ്റമറെ വിളിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം. ഈ ധൃതി പിടിച്ച് കുറെ അധികം ഒരു ഡേറ്റ കൊടുത്തിട്ട് വെറുതെ വിളിച്ച് ചോദിക്കുകയാണോ ചെയ്യേണ്ടത്? അതോ കൃത്യമായിട്ട് ഒരു കസ്റ്റമറെ എടുത്ത് അവരെ സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ട് അവരുടെ ഡേറ്റ എടുക്കുക എന്ത് ചെയ്യണം? അവര് പല പ്രശ്നങ്ങൾ കൊണ്ടായാണോ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ശമ്പളം അവർക്ക് കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ ഈ ചൂടുകാലത്ത് കൃത്യമായിട്ട് അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നില്ലേ? എന്താണ് അവരുടെ പ്രശ്നങ്ങൾ? ഞാൻ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കൗൺസിലർ പ്രത്യേകിച്ച് ആ സ്ഥാപനത്തെ അവര് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ? ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് അതിനുള്ള നോളജ് ഈ മുതലാളി കൊടുത്തിരിക്കണം. എല്ലാം വെറും ബിസിനസ് ആയിട്ട് കാണാതെ ഇതിനെക്കുറിച്ചുള്ള ഒരു കൗൺസിലർ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം മറ്റുള്ളവരോട്, അതിനെക്കുറിച്ചുള്ള നോളജ് ആ പെൺകുട്ടിക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അത് കൊടുക്കാത്തത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. എങ്ങനെ ഫോളോ അപ്പ് ചെയ്യിപ്പിക്കണം ഒരു സ്ഥാപനം. വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട്, വളരെ പ്ലസന്റ് ആയിട്ട് ഒരു കാര്യം ഒരു കൗൺസിലർ ഒരാളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് അത് അവരുടെ കലിബറാണ്, അവരുടെ കഴിവാണത്. അങ്ങനെയുള്ളവരെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. പ്രസന്റ് ചെയ്യാൻ കഴിവുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കത് ശ്രദ്ധിച്ചിരിക്കാൻ തോന്നും. എന്തുമാത്രം കസ്റ്റമർ ബഹളം ഉണ്ടാക്കിയാലും എന്തുമാത്രം സംസാരിച്ചാലും അവരത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല കൗൺസിലേഴ്സും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 50% താഴെ അവർ കൃത്യമായ ട്രെയിനിങ്ങോ കാര്യങ്ങളോ കിട്ടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവരായിരിക്കും. അതിന്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് ഈ പാവം മുതലാളിയാണ്. കാരണം ഒന്നും കൺവേർട്ട് ആവുന്നത് എങ്ങനെയാ? കൃത്യമായിട്ടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ആദ്യത്തെ കാര്യത്തിൽ തന്നെ കസ്റ്റമർ ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ ആ കോൾ എടുക്കുക പോലുമില്ല. അപ്പോ ഒരു കസ്റ്റമറുടെ ആവശ്യം പഞ്ചസാരയാണ് ഒരു കസ്റ്റമറിന് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് വിൽക്കാനുള്ളത് ശർക്കരയാണെങ്കിൽ ഒരു മിനിമം ഇതിന് മധുരമുണ്ടല്ലോ ശർക്കരയ്ക്കും, പഞ്ചസാര വേണ്ട എങ്കിൽ ശർക്കര ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ശർക്കര മേടിപ്പിക്കാനുള്ള ഒരു മനോധർമ്മത്തിലേക്ക് ഒരു കസ്റ്റമറെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്വമാണ്. അയാളുടെ കലിബറാണ്, അയാളുടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിലേക്ക് ഒരു കൗൺസിലർ വളരുക തന്നെ ചെയ്യണം. അങ്ങനെ വളരണമെങ്കിൽ അത്തരത്തിലൊരു സംസാരം, അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള
സ്നേഹത്തോടെയുള്ള മാധുര്യം തുളുമ്പുന്ന രീതിയിലുള്ള മനോഹരമായിട്ട് സംസാരിക്കാൻ ആദ്യം പഠിച്ചിട്ട് ഈ കൗൺസിലിംഗ് ജോലി ചെയ്താൽ മതി. ആദ്യം നിങ്ങളുടെ പ്രശ്നം തീർക്ക്, നിങ്ങളുടെ ഇഷ്യൂ തീർക്ക്, എന്നിട്ട് പരിഹരിച്ചാൽ മതി കമ്പനിയുടെ പ്രശ്നം, എന്നിട്ട് പരിഹരിച്ചാൽ മതി നാട്ടുകാരുടെ പ്രശ്നം, എന്നിട്ട് പരിഹരിച്ചാൽ മതി ബാക്കിയുള്ള എല്ലാവരുടെയും പ്രശ്നം. ആദ്യം നിങ്ങളൊന്ന് ഫ്രീ ആവുക. അല്ലാതെ ഈ പ്രശ്നങ്ങളും തലവേദനകളും ഒക്കെ തലയിലേക്ക് ഒരു ചുമടായി വെച്ചുകൊണ്ട് ഈ കൗൺസിലിംഗ് ജോലിക്കോ മാർക്കറ്റിംഗ് ജോലിക്കോ ഇറങ്ങി തിരിച്ചാൽ സക്സസ് ആവില്ല, വിജയിക്കില്ല. വിജയിക്കണമെങ്കിൽ നമ്മൾ ഫ്രീ ആവണം. ഫ്രീ ആവാതെ ഇതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകും. സക്സസ് ആയിട്ട് നിങ്ങൾക്കൊരു ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രോബ്ലംസും ഒക്കെ ഒതുക്കി വെച്ച് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ അത് സക്സസ് ആയിരിക്കും, അതിൽ വിജയം ഉണ്ടാകും. ഇത് തികച്ചും മാനസികമായിട്ടുള്ള ജോലിയാണ്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു വലിയൊരു എയിമിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വം തന്നെ എടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ വളരെ ഫ്രീ ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, പ്ലസന്റ് ആയിട്ട് വളരെ പുഞ്ചിരിയോടുകൂടി കസ്റ്റമറോട് സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. അവിടെയാണ് നിങ്ങൾ വിജയിക്കുള്ളൂ. അല്ലാതെ മാർക്കറ്റിൽ വിജയിക്കില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സ് അവിടെ ഉണ്ടാവണം. ഇതിനകത്ത് ആദ്യം പറഞ്ഞ പോലെ സ്നേഹം ഉണ്ടാവണം, മര്യാദ ഉണ്ടാവണം, മറ്റുള്ളവരോട് വളരെ റെസ്പെക്റ്റോടെ ഇടപഴകാനുള്ള മനസാന്നിധ്യവും സ്നേഹത്തോടെ പുഞ്ചിരിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവണം. അവിടെ വിജയം ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.